വിശദമായ വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് ചേവായൂരിലേക്കാണ്. ചേവായൂരിൽ കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായത്. വോട്ടർമാരുടെ വാഹനങ്ങളടക്കം ആക്രമിച്ചു എന്നുള്ള വിവരവും വരുന്നു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇപ്പോഴും അവിടെ ഒരു സംഘർഷം തുടരുകയാണോ? സമവായ നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? തീർച്ചയായും മേഘ, സംഘർഷത്തിന് ഒരു അയവ് പോലും വന്നിട്ടില്ല. ഇപ്പോൾ കാലാവസ്ഥ മേഘാവൃതമായിട്ടുണ്ട്. മാത്രമല്ല മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങുന്നു. ഈ മഴയെങ്കിലും ഈ സംഘർഷത്തിന് അയവ് വരുത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. രാവിലെ 10:30 ശേഷം 11 മണിയോടുകൂടിയാണ് ഈ സംഘർഷത്തിന്റെ തുടക്കം. ആദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയാണ് പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 23 പോളിംഗ് ബൂത്തുകളിലായി 32,000-ലധികം പേരാണ് ഈ ഇന്ന് വിധി നിർണയിക്കാൻ ഉള്ള വോട്ടർമാർ, വോട്ടവകാശമുള്ള അംഗങ്ങൾ അവരാണ്. അതിൽ ഏകദേശം 22 സ്ഥാനാർത്ഥികളാണ് 3 മുന്നണികളിലായി മത്സരരംഗത്തുള്ളത്. 3 പാർട്ടികൾ, 3 മുന്നണികൾ എന്നല്ല, 3 പാർട്ടികൾ. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് DCC നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷവും കോൺഗ്രസിൽ നിന്ന് നേരത്തെ പുറത്താക്കിയവർ, അതായത് നിലവിലെ ഭരണസമിതിയുടെ ചെയർമാനായിട്ടുള്ള GC പ്രശാന്ത് കുമാർ ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്നും നേരത്തെ പുറത്താക്കിയ നിലവിലെ ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ള 11 പേർ CPIM-ന്റെ പിന്തുണയോടുകൂടിയും മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു അസ്വാരസ്യങ്ങൾക്കിടയിൽ നിന്നും എന്തെങ്കിലും ഒരു സ്വർണാവസരം കിട്ടുമോ എന്ന് കരുതിക്കൊണ്ട് BJP 9 സ്ഥാനാർത്ഥികളെയും മത്സരരംഗത്ത് ഇറക്കിയിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് രാവിലെ മുതൽ തന്നെ സംഘർഷം. രാവിലെ 8 മണിക്കായിരുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുൻപ് തന്നെ സംഘർഷമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാരെയും കൊണ്ടുവരികയായിരുന്ന കോൺഗ്രസ് അനുകൂല പാനലിലെ വോട്ടർമാരെയും കൊണ്ടുവരികയായിരുന്ന ജീപ്പിന് നേരെ, വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചായിരുന്നു കല്ലേറ്. അതിനുശേഷം പിന്നീട് ഈ വോട്ടർമാർക്ക് കൃത്യമായി അവിടത്തേക്ക് കയറാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് വോട്ടെടുപ്പ് ആരംഭിച്ചു. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ പല വോട്ടർമാരുടെയും വോട്ട് നേരത്തെ പോൾ ചെയ്തിട്ടുള്ളതായി ആ വോട്ടർമാർക്ക് തന്നെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിന് പിന്നാലെ ആരോപണങ്ങളുമായി MK രാഘവൻ MP-യും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്നു. അവർ പറയുന്നത്, പ്രത്യേകിച്ച് MK രാഘവൻ പറഞ്ഞത്, ഇത് CPIM പോലീസിന്റെയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ ഈ ഒരു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ്. അക്രമം അഴിച്ചുവിട്ടും കള്ളവോട്ട് നടത്തിയുമൊക്കെ അത്തരത്തിലൊരു ശ്രമം നടത്തുന്നു എന്ന് അവർ പറഞ്ഞു. പ്രവീൺകുമാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഈ വോട്ടർമാര് എത്തുമ്പോഴേക്കും കള്ളവോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് ACP അടക്കമുള്ള, കമ്മീഷൻ അടക്കമുള്ള പോലീസുകാർ ഒത്താശ ചെയ്യുന്നു എന്നൊരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പിന്നാലെ അവർ അവിടെ ഈ പുതിയറ ഭാഗത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ CPIM പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു. പരസ്പരമുള്ള കള്ളവോട്ട് ആരോപണങ്ങൾ വരുന്നു. അത് വാക്ക് തർക്കത്തിലെത്തുന്നു. പിന്നീട് ഏറ്റുമുട്ടലിലെത്തുന്നു, പോർവിളിയിലെത്തുന്നു, മുദ്രാവാക്യം വിളികളിലെത്തുന്നു. മുദ്രാവാക്യം വിളികൾ ഭീഷണി സ്വരത്തിലുള്ളതാകുന്നു. തെറികൾ പരസ്പരം മുദ്രാവാക്യം വിളികളായി മാറുന്ന ഒരു കാഴ്ച. മണിക്കൂറുകളോളം നീണ്ട സംഘർഷം ഇപ്പോഴും അയവ് വരാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. പോലീസ് വളരെ ഒന്നും ചെയ്യാനാവാതെ പോലീസ് നിരന്തരം ഇരു വിഭാഗത്തെയും പിടിച്ചു മാറ്റുന്നു എന്നല്ലാതെ പോലീസിന് അതിനപ്പുറത്തൊന്നും ചെയ്യാനാവാതെ നിഷ്ക്രിയത്വത്തോടുകൂടി ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉച്ചയോടുകൂടി സംഘർഷത്തിന് നേരിയ അയവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി ആ സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. മേഘ്ന മുരളി. റിയാസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, അത് ആ സംഘർഷത്തിന് ഒട്ടും അയവില്ല എന്നുള്ള കാര്യം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതിലെങ്ങനെയാണ്? അതായത് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്തു മടങ്ങാനുള്ള ഒരു സാഹചര്യം അവിടെ പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? പലരും വോട്ട് ചെയ്യാനാവാതെ മടങ്ങുന്ന സാഹചര്യമാണ്, നിരാശയോടുകൂടി മടങ്ങുന്ന സാഹചര്യമാണ്. പക്ഷെ അതിനിടയിലും ചിലർ വോട്ട് ചെയ്യുന്നു. ചിലർ പോലീസിന്റെ സഹായത്തോടുകൂടി അതാത് പാർട്ടികളുടെ പ്രവർത്തകരുടെ എല്ലാം കയ്യൂക്കിന്റെ ബലത്തിലൊക്കെ കയറിക്കൊണ്ട് വോട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു. പോലീസ് അവർക്ക് സുരക്ഷയൊരുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു. നമ്മൾ ചില ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ സ്ത്രീകളായ വോട്ടർമാരെ പോലും പുരുഷന്മാരായ രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് തടയുന്ന അങ്ങേയറ്റം ഹീനമായ ജനാധിപത്യ പ്രക്രിയയെ നാണം കെടുത്തുന്ന കാഴ്ചകൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത്തരം അതിനെ പോലും അതിജീവിച്ച് ചിലർ വോട്ട് ചെയ്ത് മടങ്ങുന്നു. മറ്റു ചിലരാവട്ടെ വോട്ട് ചെയ്യാൻ എത്തുമ്പോഴേക്കും അവരുടെ പേരിൽ രാവിലെ തന്നെ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അതിന്
കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്ന ഒരു കാര്യം, CPM നേതൃത്വം പുലർച്ചെ മുതൽ തന്നെ ആളുകളെ അകത്തേക്ക് കയറ്റി വോട്ടുകൾ പോൾ ചെയ്യിച്ചു എന്നുള്ളതാണ്. അതിന് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തു എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും 4 മണി വരെയാണ് തെരഞ്ഞെടുപ്പ്. 4 മണി കഴിഞ്ഞ് 4:30 വോട്ടെണ്ണൽ ആരംഭിക്കും. അതുവരെ ഈ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ മഴയുള്ള അന്തരീക്ഷം പതിയെ മഴ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇത് വലിയ ശക്തമായ മഴയാവുകയാണെങ്കിൽ ഒരുപക്ഷെ മഴയായിരിക്കും, പ്രകൃതിയായിരിക്കും ഈ സംഘർഷത്തിന് അയവ് വരുത്തുക എന്ന് നമുക്ക് പറയേണ്ടി വരും. പോലീസിന് അതിന് സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. പോലീസ് തീർത്തും നിഷ്ക്രിയരായി പോയി എന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. മേഘന, റിയാസ്, വ്യക്തമാകേണ്ടത് വോട്ടെടുപ്പ് റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ചേവായൂർ ഉണ്ടോ എന്നുള്ളതാണ്. അത് തീരുമാനിക്കേണ്ടത് വരണാധികാരിയും അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷേ നിലവിൽ ഇതുവരെയും വോട്ടെടുപ്പ് തുടരുകയാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ പോലുമില്ല. അതുകൊണ്ട് വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഫലത്തിൽ എന്തെങ്കിലും അട്ടിമറി വരികയാണെങ്കിൽ ഇത് ഒരുപക്ഷെ കോടതി കയറാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് ആരായിരിക്കും? അത് ഇനിയിപ്പോൾ CPIM പിന്തുണക്കുന്ന കോൺഗ്രസ് പുറത്താക്കിയ വിഭാഗം കോടതിയെ സമീപിക്കുമോ? അതല്ല ഇതിൽ എന്തെങ്കിലും ഫലത്തിൽ മറ്റൊരു രീതിയിൽ പ്രതീക്ഷിക്കാത്ത ഫലമാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വിഭാഗം, അതായത് DCC നേതൃത്വം നൽകുന്ന, DCC പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക വിഭാഗമായിരിക്കുമോ കോടതിയെ സമീപിക്കുക? ഇനി അതല്ല ഈ ഒരു ഫലം അംഗീകരിച്ചുകൊണ്ട് ഇന്നത്തോടുകൂടി സലാം പറഞ്ഞ് എല്ലാവരും പിരിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വോട്ടെടുപ്പ് എന്തായാലും മാറ്റിവെച്ചിട്ടില്ല. വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമല്ല, സംഘർഷഭരിതമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരി റിയാസ്, വ്യക്തമാണ്. കോഴിക്കോട് ചേവായൂരിലാണ് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായത്. സംഘർഷം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നത്.